ഹലോ ഗൈസ്, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ബിഗിനേഴ്സിന് അവരുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന RSI എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ്. വളരെയധികം സിമ്പിളാണിത്. നമ്മൾ വളരെ റോക്കറ്റ് സയൻസ് ഒന്നതിൻ്റെ പുറകിലല്ല, സിമ്പിളാണ്. നമുക്ക് എത്രയും നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും, കുറഞ്ഞ നോളജുള്ള ആളുകളാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ എന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്രൈസ് മൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രവർത്തിച്ചു തുടങ്ങുക. സോ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം കൂടുതൽ ബൈയിങ് വോളിയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ പോയിൻ്റ് വർദ്ധിക്കും. അതായത് 50, 60, 70 എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പോയിൻ്റ് കൂടും. അതുപോലെ തന്നെ സെല്ലിംഗ് വോളിയമാണ് എങ്കിൽ പ്രൈസ് താഴേക്ക് ഇറങ്ങുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ പോയിൻ്റുകൾ താഴേക്ക് ഇറങ്ങി തുടങ്ങും. അതായത് 50, 40, 30 എന്നുള്ള രീതിയിൽ താഴേക്ക് ഇറങ്ങി തുടങ്ങും. ഇത് ഒരു ഓസിലേറ്റർ ആയിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 100നും 0നും ഇടയ്ക്കുള്ള രണ്ട് ഫിഗറുകൾക്കിടയിൽ മാത്രം നിന്നാണ് പ്രവർത്തിക്കുന്നത്. സോ ഇതിന് 101 എന്നുള്ള ഫിഗറിലേക്ക് കയറി പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ 0ന് താഴേക്ക് ഇതിന് ഇറങ്ങിപ്പോകാനും പറ്റില്ല. സോ ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിന്ന് മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഓസിലേറ്ററായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഇനിയുള്ള ഭാഗങ്ങളിൽ ഞാൻ പറയുമ്പോൾ ഇതിനെ ഇൻഡിക്കേറ്റർ എന്ന രീതിയിൽ മാത്രമായിരിക്കും ഞാൻ പറയുന്നത്. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ട്രേഡേഴ്സാണ്, നമ്മളെ സംബന്ധിച്ച് എന്ത് കുന്തമാണെങ്കിലും കുഴപ്പമില്ല, എന്ത് ട്രേഡിംഗ് സെറ്റപ്പിലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക, നമ്മളുടെ ആക്യുറസി കൂട്ടുക, അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂട്ടി നല്ല ട്രേഡിംഗ് സക്സസ് ആക്കി എടുക്കുക, വിൻ റേറ്റ് കൂട്ടുക. ഇത്രയും മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. സോ RSI എന്ന് പറയുന്ന ഈ ഇൻഡിക്കേറ്ററിനെ സംബന്ധിച്ച് ബേസിക് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം നമുക്കങ്ങനെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയേണ്ട ആളുകൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ കിട്ടും. ഞാനിതിനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. സോ ഇതിൻ്റെ ഈ RSIയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളെ കുറിച്ച് നമ്മൾ പറയാനുണ്ട്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഓസിലേറ്റർ ആയതുകൊണ്ട് തന്നെ 100നും 0നും ഇടയ്ക്ക് നിന്ന് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ എന്ന്. പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള രണ്ട് മേഖല ഈ RSIയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 70 എന്നുള്ള പോയിന്റും അതുപോലെ തന്നെ 30 എന്നുള്ള പോയിന്റും. അതായത് 70 പ്ലസ്, അതായത് 70നും 70ന് മുകളിലുള്ള പോയിന്റിലേക്ക് RSIയുടെ വാല്യൂ വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഓവർ ബോട്ടാണ്. അതായത് വളരെയധികം ആളുകൾ കൂടുതൽ പ്രൈസിൽ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഓവർ ബോട്ടാണ് എന്ന് നമുക്ക് ഉള്ള ഒരു ഇൻഡിക്കേഷനാണ് 70+ എന്ന് പറയുന്ന ഈ RSIയുടെ പോയിന്റ് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതായത് ഏത് സമയത്തും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം എന്നാണ് ഈ 70+ RSI പോയിന്റ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ 30ന് താഴേക്കുള്ള ഫിഗർ ആണ് RSI പോയിന്റ് എങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഓവർ സോൾഡ് ആണ്. അതായത് മാർക്കറ്റിൽ നന്നായിട്ട് ഇത് നല്ലപോലെ സെല്ലിംഗ് വോളിയം കൂടി കിടക്കുകയാണ്. അത് ഏത് സമയത്തും ഒരു ബുള്ളിഷ്നെസ്സിലേക്ക് ആ ഒരു ട്രെൻഡ് തിരിയാമെന്നാണ് RSI കാണിച്ചു തരുന്നത്. സോ 70ഉം അതുപോലെ തന്നെ 30ഉം എന്നുള്ള പറയുന്ന രണ്ട് പോയിന്റുകൾ RSIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് വരാം. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. നേരെ നമ്മളുടെ ബ്രോക്കറിലേക്ക് വന്നതിന് ശേഷം ഇൻഡിക്കേറ്ററിൽ വന്നിട്ട് RSI എന്ന് അടിച്ചു കൊടുക്കുക. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് വന്നു. ഇവിടെ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക. വേറൊന്നുമില്ല, നേരെ താഴെ ഇൻഡിക്കേറ്റർ വന്നു. ഇവിടെ നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല. ഇൻപുട്സിലൊന്നൊരു മാറ്റം വരുത്താൻ പോകുന്നത്. നേരെ സ്റ്റൈലിൽ വന്നു. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഒരു വയലറ്റ് കളറാണ്. നമ്മൾ നേരെ അതിനെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ബ്ലാക്ക് കളറാക്കി. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 70 എന്നുള്ള പോയിന്റ് ഞാനിവിടെ കൃത്യമായിട്ട് കാണിച്ചു. അതുപോലെ തന്നെ ഈ മിഡ് നമുക്ക് വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ട കേസില്ല, എങ്കിൽ പോലും കിടന്നോട്ടെ, അതിനകത്ത് വേറെ ഒരു വിധത്തിലുള്ള മാറ്റം വരുത്തുന്നില്ല. 70 എന്നുള്ള പോയിന്റ് ഓവർ ബോട്ട് എന്നുള്ള പോയിന്റ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഓവർ സോൾഡ് എന്നുള്ള 30ാമത്തെ പോയിന്റ് കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഇത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നേരെ ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് വന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുകളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ നേരം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ നോക്കി, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ഇവിടെ 70 എന്ന് പറയുന്ന ഈ ഗ്രേ കളർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന 2 പോയിന്റുകളാണ് ഈ പറഞ്ഞ ഗ്രേ കളറിനകത്ത് വന്നിരിക്കുന്നത്. ഈ മുകളിലുള്ള ഗ്രേ കളറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 70ആണ്, താഴെ കാണുന്നത് 30ആണ്, അതുപോലെ തന്നെ നമ്മൾ മിഡിൽ വന്നിരിക്കുന്നത് 50ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റിങ്സ് ഈ 3 പോയിന്റ് ഇവിടെ ഗ്രേ കളർ വെച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതേ കളറാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് അറിയാനും അതിനനുസരിച്ച് തീരുമാനം എടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഗ്രേ കളറിൽ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ മുമ്പേ പറഞ്ഞു 70-ന് മേളിലാണെങ്കിൽ ഓവർ ബോട്ട് ആണെന്നുള്ളത്. ഓവർ ബോട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സമയം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനോ അല്ലെങ്കിൽ പ്രൈസ് ഒരു റിവേഴ്സൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ 80 പോയിന്റിന് മുകളിലാണ്. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ഞാനിവിടെ കഴ്സർ വെക്കുന്ന നേരത്തെ ഇവിടെ സൈഡിൽ കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് നോക്കിയേ, കൃത്യമായിട്ട് നോക്കിയേ, 79ആണ് വന്നിരിക്കുന്നത്. 79 ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് ഇവിടുന്ന് നേരെ താഴേക്ക് തിരിഞ്ഞു. കണ്ടോ, അവിടെ പ്രൈസിൻ്റെ ഒരു കുറവ് വന്നു. അപ്പോൾ RSI നേരെ താഴേക്ക് ഇറങ്ങി, അതിനുശേഷം RSI നേരെ മുകളിലേക്ക് ഇറങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇവിടെ 77 എന്നുള്ള രീതിയിലേക്ക് വന്നു. പ്രൈസ് ഇവിടെ നേരെ വീണ്ടും താഴേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു റേഞ്ചിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും പ്രൈസ് വീണ്ടും 74 വന്നു. പ്രൈസ് ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങി. കണ്ടോ, ഇതാണ് RSIയുടെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പെട്ടെന്നുള്ള ഉദാഹരണം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ RSI 25 വന്നു. 25 വന്നു കഴിഞ്ഞപ്പോൾ 25 എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണ്. ഇവിടെ വെച്ച് പ്രൈസ് നേരെ തിരിഞ്ഞ് നേരെ ഒരു ബുള്ളിഷ്നെസ്സിലേക്ക് കയറി. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. 70 എന്ന് പറയുന്നത് ഒരു എന്താണ് ഓവർ ബോട്ടെന്നും അതുപോലെ തന്നെ 30 എന്ന് പറയുന്നതും ഒരു ഓവർ സോൾഡ് എന്ന് പറയുന്ന 2 മേഖലയാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. സംശയമുള്ള ആളുകൾ വീണ്ടും ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. അല്ല അതുപോലെ തന്നെ ചാർട്ടിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും 29-30 പോയിന്റ് തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മളുടെ ലോജിക്ക് പ്രകാരം അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതനുസരിച്ച് 30 പോയിന്റ് അല്ലെങ്കിൽ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓവർ സോൾഡ് എന്ന രീതിയിലാണ് ഒരു ബുള്ളിഷ്നെസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള മേഖലയാണ്. ഞാനിവിടെ ചെറിയൊരു സോൺ വരയ്ക്കുകയാണ്, ഒരു സപ്പോർട്ട് സോൺ വരയ്ക്കുകയാണ്. സോൺ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 31 അല്ലെങ്കിൽ 30 എന്നുള്ള പോയിന്റിലാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു നമ്മളുടെ പ്രൈസിൻ്റെ ക്യാൻഡിൽ നോക്കി, പ്രൈസിൻ്റെ ക്യാൻഡിൽ സെയിം വന്നു. 30-ന് താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും 30, 99 അല്ലെങ്കിൽ 29 എന്നുള്ള മേഖലയാണ്. അവിടെ ക്യാൻഡിൽ ഇതാണ്. ഇവിടുന്ന് ഒരു ബുള്ളിഷ്നെസ് സിഗ്നൽ തന്നു, നേരെ കയറി മുകളിൽ പോയിട്ട് ഏകദേശം നമ്മളുടെ ഈ ഒരു റേഞ്ച് ഏകദേശം 70-നടുത്ത് റേഞ്ച് വന്നു, നേരെ താഴേക്ക് വന്നു. ഇവിടെ ആ സപ്പോർട്ടിൽ ഇവിടെ ഉണ്ടാക്കിയ സപ്പോർട്ട് ഏതാണോ സെയിം സപ്പോർട്ടിൽ വന്ന് കയറി, അവിടെ നേരെ വീണ്ടും തിരിച്ച് കയറി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഏകദേശം 70 എന്നുള്ള റേഞ്ച് വന്നു, നേരെ പ്രൈസ് താഴേക്ക് വന്നു. ഇവിടെ ഇതൊരു മീഡിയമാണ്. എപ്പോഴും ഈ ഒരു 50 എന്ന് പറയുന്നൊരു മീഡിയമാണ്. അവിടുന്ന് മുകളിലേക്കും കയറാം താഴേക്കും കയറാം എന്നുള്ള അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. സോ നമ്മൾ അവിടത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യണമെന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു 70 മേഖല അല്ലെങ്കിൽ 70+ മുകളിലേക്ക് ഈ RSIയുടെ പോയിന്റ് മുകളിലേക്ക് കയറി വരികയാണെങ്കിൽ ഏത് സമയത്തും ഒരു റിവേഴ്സൽ സംഭവിക്കാം. അതുപോലെ തന്നെ 30 അല്ലെങ്കിൽ 30-ന് താഴേക്കാണെങ്കിൽ ഏത് സമയത്തും ഒരു ബുള്ളിഷ്നെസ് സംഭവിക്കാം. ഇത് രണ്ടും മാത്രം നമ്മളിവിടെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും RSI 26ആണ് കണ്ടത്. RSI ഇവിടെ നേരെ ഒരു സപ്പോർട്ട് എടുത്തു. ഈ സപ്പോർട്ട് നിങ്ങൾ ഇവിടെ നോക്കിയേ, നമ്മളൊരു സോണാക്കി ഈ സപ്പോർട്ടിനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ ഒരു സോൺ കിട്ടി. ഈ സോണിൽ വന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു. അതായത് RSI ഇവിടെ 26 വന്ന സമയത്ത് ഇവിടെ നേരെ ഒരു സപ്പോർട്ട്, ഇവിടെ നേരെ ബുള്ളിഷ്നെസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരെ പ്രൈസ് റിവേഴ്സായി നേരെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ. RSIയുടെ പോയിന്റ് ഒരു 70-ന് മുകളിലേക്കാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും ഒരു ഓവർ ബോട്ട് സോണിലാണ് നിൽക്കുന്നത്. ഏത് സമയത്തും ഒരു പ്രൈസ് റിവേഴ്സൽ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അതുപോലെ തന്നെ 30-ന് താഴെയാണ് RSI എങ്കിൽ പ്രൈസ് ഏത് സമയം ഒരു ബുള്ളിഷ്നെസ് ഉണ്ടാകാം, പ്രൈസ് നേരെ തിരിഞ്ഞും ഒരു മുകളിലേക്ക് കയറാം. ഇതാണ് ഇതിൻ്റെ RSIയുടെ ബേസിക് കോൺസെപ്റ്റ്. ഇതുകൂടാതെ RSI ഡൈവർജൻസ് എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മാത്രം ബിഗിനേഴ്സ് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ ഉള്ള ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ കൂടെ തന്നെ ഈ RSIയും കൂടെ നമുക്ക് ഒന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വിൻ റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സോ എല്ലാവരും ഇത് പരീക്ഷിക്കുക.
പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററും 100% സക്സസ് തരുന്ന ഒരു ഇൻഡിക്കേറ്ററും നിലവിൽ ഇതുവരെ മാർക്കറ്റിൽ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാ ആളുകളും അവരുടേതായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇൻഡിക്കേറ്ററുകൾ, പലതരത്തിലുള്ള കോൺസെപ്റ്റുകളും ചേർത്തിട്ടാണ് അവർ ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. സോ ഇതൊരു 100% ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സോ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ കാണാം.